ഓൾട്ടോയാണ്. ഓൾട്ടോ 2020 മോഡൽ VXI ആണ് കിടക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. 2004 വാഗനറാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന 87,000 കിലോമീറ്റർ ഓടിയ മോഡലാണ്. അത്ര ഓടിയിട്ടുള്ള 87,000 ജെന്യൂൻ കിലോമീറ്റർ ആണ്. അതിൽ ചേഞ്ചിങ് കാര്യങ്ങളൊന്നും. സ്വിഫ്റ്റ് ആണ്. 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്. 41 ആ റേഞ്ച് ഓടിയിട്ടേ ഉള്ളൂ. ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ ആണ്. അടുത്തതായി നമുക്കൊരു ഓട്ടോമാറ്റിക് വാഗനർ ഉള്ളത്. 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ വരുമ്പം 60 ആ റേഞ്ച് ഓടിയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, സനുവാണേ. സെക്കൻഡ് പാർട്ടാണ് നമ്മളെ കൊട്ടാരക്കര ട്രൂ വാല്യൂവിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഒരു 20 വണ്ടി കൂടി ഉണ്ട്. അപ്പോൾ ആ 20 വണ്ടിയുടെ വിശേഷങ്ങളും കൂടി നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് പോയിട്ട് വരാം. 2011 സാൻഡ്രയാണ് നമുക്കുള്ളത്. ഇപ്പം തേർഡ് ഓണർഷിപ്പാണ്. 121 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സ് പുത്തൻ ടയർ. വണ്ടിക്കകത്തിൻ്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മാന്യമായ ഒരു കണ്ടീഷൻ നിൽക്കുന്നൊരു വണ്ടി. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളില്ല. എത്ര ചോദ്യം? നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1.35 വരുന്നത്. 1.35. അതിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഈ 1.35 ഇത് പേപ്പർ വർക്ക് ഇപ്പോൾ പുതുതായിട്ട് എടുത്തതാണ്. ടെസ്റ്റ് കഴിഞ്ഞ മോഡലാണ്. നമുക്കിനി 31 വരെ പേപ്പറുണ്ട്. അടുത്തത് നമുക്കുള്ളത് i10 ആണ്. 2012 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 1,39,000 ഓടി. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 27 മൂന്നാം മാസമാണ് നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത്. ചെറിയൊരു ആൻഡ്രോയിഡൊക്കെ ഉള്ള മോഡലാണ്. സീറ്റ് കവർ ഫ്രണ്ട് ഡ്രൈവർ സൈഡ് എത്ര പോരാ, ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല. വണ്ടിക്കകമൊക്കെ കാണാൻ ഓക്കെയാണ്. ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് വരുന്നത് 1.45 1.40. അതിലും ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, ഇതാണ്ട് ഇവിടെ മാത്രം ചില കളർ ഫേഡിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ. ചുമപ്പ് മാറി ചന്ദനം ആ ഒരു രീതിയിൽ, അല്ല ഓറഞ്ച് രീതിയിൽ, ആ രീതിയിൽ വന്നിട്ടുണ്ട്. അല്ലാതെ വേറെ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. സ്വിഫ്റ്റ് ആണ്. 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്. 41 ആ റേഞ്ച് ഓടിയിട്ടേ ഉള്ളൂ. ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ ആണ്. ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. സീറ്റ് കവറൊക്കെ ആയിട്ട് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫോട്ടോ പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. ഡോർ പാഡൊക്കെ കൊള്ളാം, ഒന്നും കുഴപ്പമില്ല. ടയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആവറേജ് ലെവലിൻ്റെ ടയർ കിടപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. എത്ര ചോദ്യം? നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4.65. ചെറിയ വേരിയേഷൻ ഉണ്ടാവും. 4.65. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? നമുക്ക് മിനിമം 50 രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് ചോദിക്കുന്നത്. ബാക്കി ഫിനാൻസ് അവൈലബിൾ ആണ്. അടുത്തത് നമുക്കുള്ളത് ബലേനയാണ്. 2021 മോഡൽ ഡെൽറ്റ വേരിയൻ്റ് ആണ്. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ വൈസ് വരുമ്പം 69 ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. 69 ഓടിയിട്ടുണ്ട്. ഒരു ആൻഡ്രോയിഡൊക്കെ ഉണ്ട്. ഫോട്ടോ പവർ വിൻഡോസ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതേപോലെ ടോപ്പ് അല്ലല്ലോ, ആൽഫ അല്ലല്ലോ? അല്ലല്ല, ഡെൽറ്റയാണ് വേരിയൻ്റ്. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡൽ. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. ടയർ ആവറേജ് ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്ന 5.85. അതിലും ചെറിയ വേരിയേഷൻ ഉണ്ടാവും. പറയാൻ എന്തെങ്കിലും അപാകതകളുണ്ടോ? ഇല്ലില്ല, അങ്ങനെ ഇല്ല. പിന്നെ അലോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ് മോഡൽസൊക്കെ ചെയ്ത ഒരിതാണ്. അടുത്തതായി നമുക്കുള്ളത് 2013 സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഇതിൻ്റെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 74,000 ആ റേഞ്ച് ഓടിയിട്ടേ ഉള്ളൂ. മാനുവൽ. പേപ്പർ ഭാഗമൊക്കെ നമുക്ക് ഏകദേശം 2028 6 മാസം വരെ ഉണ്ട്. വണ്ടി കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഇല്ല. ടയേഴ്സ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. എത്ര ചോദ്യം? നമുക്കിത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 3.35. ചെറിയ വേരിയേഷൻ ഉണ്ടാവും ഇതിൽ. 3.35. അയ്യോ, ഇത് വേരിയൻ്റ് ഏതായിരുന്നു? 2013 VXI ആണ്. 2004 വാഗനറാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന 87,000 കിലോമീറ്റർ ഓടിയ മോഡലാണ്. അത്ര ഓടിയിട്ടുള്ളോ? 87,000 ജെന്യൂൻ കിലോമീറ്റർ ആണ്. അതിൽ ചേഞ്ചിങ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ലക്സൈ ആണ് വേരിയൻ്റ് വരുന്നത്. ഓക്കെ, കിലോമീറ്റർ വിശ്വസിക്കാം. വണ്ടിക്കകമൊക്കെ കുഴപ്പമില്ല. പേപ്പർ ഭാഗമൊക്കെ നമുക്ക് 30 6 മാസം വരെ ഉണ്ട്. 2030 6 മാസം വരെ അവൈലബിൾ ആണ് പേപ്പർ. ഓക്കെ, ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയാണ്, ഒന്നും കുഴപ്പമില്ല. ടയറിൻ്റെ കണ്ടീഷൻ ആവറേജ് താഴെയാണ്. പിന്നെ ചെറിയ അറ്റകുറ്റപ്പരിപാടികൾ ഇതേപോലെയൊക്കെ ഉള്ളത് 1-2 ഞാൻ കണ്ടു. അതുകൊണ്ട് ഇവിടെ ഉണ്ട്. വേറെ ഒന്നും കണ്ടില്ല. എത്ര ചോദ്യം? നമുക്കിത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 85 രൂപയാണ്. അതിലും ചെറിയ വേരിയേഷൻ ഉണ്ടാകും. അടുത്തതായി നമുക്കൊരു ഓൾട്ടോ K10 ഓട്ടോമാറ്റിക് ആണുള്ളത്. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. 2016 മോഡൽ.
VX ആണ് വേരിയൻറ്റ് വരുന്നത്. 78,000 ആ റേഞ്ച് ഓടിയിട്ടുണ്ട് കിലോമീറ്റർ. 78 ഓട്ടോമാറ്റിക്. ഇതിൽ നമുക്ക് മെയിൻലി റീപ്ലേസ്മെൻ്റ് ഉണ്ട്. എന്താണ്? ഗ്ലാസും ബോണറ്റും ആണ് റീപ്ലേസ്മെൻറ്റ് വരുന്നത്. ഫ്രണ്ട് സൈഡ് കംപ്ലൈൻസ് വല്ലതും ഉണ്ടോ? ഇല്ല അതിലൊന്നുമില്ല. അപ്പുറമൊന്നും ഡാമേജ് ആയിട്ടില്ല. 31-12 മാസം വരെ നമുക്ക് പേപ്പറുണ്ട്. ഓക്കെ, ടയേഴ്സ് കുഴപ്പമില്ല, ബാക്ക് സൈഡ് ഓക്കെയാണ്. എത്ര ചോദ്യം? നമുക്കിത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 315 ചെറിയ വേരിയേഷൻ ഉണ്ടാവും. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? മിനിമം 50 രൂപയാണ്. ഏകദേശം നമുക്ക് എല്ലാ സ്റ്റോക്കുകൾക്കും 50 രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് ചോദിക്കുന്നത്. ഇതിപ്പോൾ ഒരു തട്ടൊക്കെ ഉള്ള വണ്ടിയില്ലേ, റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യില്ല? അല്ല, എമൗണ്ടിൽ നമുക്ക് വേരിയേഷൻ വരത്തില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എഞ്ചിൻ ബേസ് ഒന്നും വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. റീപ്ലേസ്മെൻറ്റ് ഉള്ളതേ ഉള്ളൂ. വാഗണറാണ് 2021 മോഡല്. ആക്ച്വലി നമുക്ക് സ്റ്റോക്ക് വന്നതേ ഉള്ളൂ. ഇത് VX ആണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്. എത്ര? 27,000 ആ റേഞ്ച് ഓടിയിട്ടേ ഉള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ. ഒരിട്ടു വണ്ടി അതുകൊണ്ട് തന്നെ നീറ്റാണ്, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സീറ്റ് കവറായിട്ടില്ല, മാനുവലാണ്. കൊള്ളാം, വണ്ടിക്കാകെ കൊള്ളാം. അപ്പോൾ ഇത് ഫസ്റ്റ് ടയർ തന്നെ ആയിരിക്കും അല്ലേ? അതെ. ആ കിലോമീറ്റർ തന്നെ ഉള്ള ടയറാണ്. സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എത്ര ചോദ്യം? നമുക്കിത് ആക്ച്വലി പ്രൈസ് ആയിട്ടില്ല. സ്റ്റോക്ക് വന്നതേ ഉള്ളൂ. പുതിയ സ്റ്റോക്കാണ്, ന്യൂ സ്റ്റോക്കാണ്. എന്നാലും ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റത്തില്ലേ? 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റത്തില്ലേ? മിനിമം ഡൗൺ പേയ്മെൻറ്റ് 50 നമുക്ക് ചോദിക്കുന്നത്. ഓൾട്ടോ LXi ആണ് 2010 മോഡൽ. ടെസ്റ്റ് കഴിഞ്ഞ മോഡലാണ്. 31 വരെ പേപ്പർ അവൈലബിൾ. 31 വരെ. ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ? ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. വണ്ടിക്കകം കുഴപ്പമില്ല, പക്ഷേ ഡ്രൈവർ സൈഡ് സീറ്റ് കീറിയിട്ടുണ്ട്. നിങ്ങളൊരു സീറ്റ് കവറൊക്കെ ഇട്ട് വൃത്തിയാക്കി കൊടുക്കുമോ? നമുക്ക് നോക്കാതെ വിലയായിട്ട് സംസാരിച്ചിട്ടോ. ടയർ അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? നമുക്ക് ആക്ച്വലി ആക്സിഡൻറ്റ് പ്രൈസ് വരുന്നത് 130. അതിലും ചെറിയ വേരിയേഷൻ ഉണ്ടാവും. 130. വിലയിൽ മാറ്റം ഉണ്ടാവുമല്ലോ? ചെറിയ വേരിയേഷൻ ഉണ്ടാവും. സാൻഡ്രോ ആണ് 2002 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന കിലോമീറ്റർ 1 lakh കിലോമീറ്റർ മേളിൽ ഓടിയിട്ടുണ്ട്. പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നമുക്ക് സ്റ്റോക്ക് കയറിയതേ ഉള്ളൂ. ഏകദേശം ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. ക്ലിയർ ചെയ്തിടുമല്ലോ? ആക്ച്വലി നമുക്കിത് ഈ കണ്ടീഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. പഴയ മോഡലായതുകൊണ്ട് നമുക്ക് ചെറിയ ലിമിറ്റേഷനുണ്ട് വർക്ക് ചെയ്യാൻ. വൃത്തിയായിട്ടാണ് കിടക്കുന്നത്, ഒന്നും കുഴപ്പമില്ല. ടയർ പോരാ. ഇവിടെയൊക്കെ സ്ക്രാച്ച് വർക്കുകളുണ്ട്. അതാണ് പുള്ളി പറയുന്ന വർക്കുകളെന്ന് പറയുന്നത്. കുറച്ചുണ്ട്. അതായത് അവിടെ ഈ സൈഡുണ്ട്, കണ്ട ഇവിടെ ഉണ്ട്, കണ്ട ഈ ഭാഗങ്ങളിലുണ്ട്. അങ്ങനെ കുറച്ച് സ്ക്രാച്ച് വർക്കുകൾ കിടപ്പുണ്ട്. ഇത് ഇട്ട് കൊടുക്കുമല്ലോ പിന്നെ? ബമ്പറൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും. അത് ഇത് ചെയ്ത് കൊടുക്കും. ഓക്കെ. ടച്ച് ആൻഡ് പോളിഷ് വർക്കുകൾ നടക്കത്തില്ല എന്നാണ് പറയുന്നത്. എത്ര ചോദ്യം? ആസ്കിംഗ് പ്രൈസ് നമുക്ക് പ്രൈസ് ആയിട്ടില്ല. വണ്ടി സ്റ്റോക്ക് വന്നതേ ഉള്ളൂ. 2006 ഓൾട്ടോ LXi ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 82 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2006 മോഡലായതുകൊണ്ട് ഈ വർഷം ടെസ്റ്റാണ്. 2006 11 മാസം ടെസ്റ്റ് വരും നമുക്ക് ഈ മോഡൽ. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗും വരും. എത്ര ചോദ്യം? നമുക്കിത് 65 രൂപയാണ് പ്രൈസ്, ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 65,000. ടയർ ആവറേജ് കണ്ടീഷൻ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് ഇല്ല. റീപ്ലേസ്മെൻറ്റ് ഇല്ല. 2007 LX ആണ് ഓൾട്ടോ. തേർഡ് ഓണർഷിപ്പിൽ വരുന്ന 1,42,000 ഓടിയ വണ്ടിയാണ്. 1,42,000 ഓട്ടം നല്ല പോലെ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര? തേർഡാണ് ഓണർഷിപ്പ് വരുന്നത്. 2027 9 മാസമാണ് ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത്. പക്ഷെ വണ്ടിക്കകം കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് നോക്കിയാൽ അകം നീറ്റാണ്. ഈ പുറത്ത് ഇങ്ങനെ കുറച്ച് സ്ക്രാച്ച് പരിപാടികൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചണുക്ക് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പെയിൻറ്റിങ് വർക്കുകളുണ്ട്. എത്ര ചോദ്യം? നമുക്കിത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 80 രൂപയാണ്. ഇത് LX അല്ലേ? LX ആണ്. ഇത് ചുമ്മാ ഒട്ടിച്ചേക്കാം കേട്ടോ. LX വെറുതെ ഒട്ടിച്ചേക്കാം. അത് ചുമ്മാ ഒരു എംബ്ലം വെച്ചേക്കുമാണ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് 80 രൂപയാണ് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 80. 2007 ഓൾട്ടോ LX ആണുള്ളത്. തേർഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ഇത്. 89 192 89 90,000 അടുപ്പിച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യുവൻ ആണോ? ജെന്യുവൻ കിലോമീറ്റർ ആണ് വരുന്നത്. പിന്നെ നമുക്കിതിൽ റീപ്ലേസ്മെന്റ് പറയാനായിട്ട് ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് റീപ്ലേസ്മെന്റ് ഉണ്ട്, ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ആയിട്ട് മാറിയാണോ? ആക്സിഡന്റ് ആയിട്ടല്ല, എന്തോ സാധനം വീണായിട്ട് പൊട്ടിയതാണ് പറയുന്നത്. ഓക്കെ.
ഇവിടെ 27 8-ാം മാസം വരും നമുക്ക് ടെസ്റ്റ്. എത്ര ചോദ്യം? ഇത് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 85 രൂപയാണ്. 85. പേപ്പറൊക്കെ എത്ര നാൾ? പേപ്പർ 27 8-ാം മാസം ടെസ്റ്റ് വരും. ഒരു വർഷത്തേക്കും ഉണ്ട് പേപ്പർ. 2027 8-ാം മാസം ടെസ്റ്റ് വരും. ഇപ്പോൾ LXI ആണ്. ഇതും തേർഡ് ഓണർഷിപ്പിൽ വരുന്ന 2007 മോഡലാണ്. കിലോമീറ്റർ വരുമ്പോൾ 1,22,000 ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. ടയർ കൊള്ളാം, പക്ഷേ ഓട്ടം ഭയങ്കരമാണ്. ഇതിനും നമുക്ക് പറയാനായിട്ട് റീപ്ലേസ്മെൻ്റ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ്. വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴമയുടേതായ പ്രശ്നമുണ്ട്, എന്നാലും ഒരു ആൻഡ്രോയിഡൊക്കെ ചെറുത് വെച്ചിട്ടുണ്ട്. ഇത് റീപ്ലേസ് എവിടെയായിരുന്നു? ഫ്രണ്ട് ഗ്ലാസ് ആണ് നമുക്ക് റീപ്ലേസ്മെൻ്റ് ഉള്ളത്. റീപ്ലേസ്മെൻ്റ് ഓക്കെ. ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ്. വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ കുഴപ്പമില്ല, അതായത് പാച്ച് വർക്കോ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. എത്ര ചോദ്യം? ഇതിന് ആക്ച്വലി നമുക്ക് പ്രൈസ് വരുന്നത് 95 രൂപയാണ് ഇട്ടേക്കുന്നത്. അതിൽ നമുക്ക് ചെറിയ വേരിയേഷൻ വരും, സംസാരിക്കാൻ കുഴപ്പമില്ല. നല്ല ടയറാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണോ? അതുകൊണ്ടല്ല, 95 രൂപയാണ് പൈസ നമുക്ക് വരുന്നത്. അടുത്തതായി നമുക്കൊരു ഓട്ടോമാറ്റിക് വാഗണർ ഉള്ളത്. 2018 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. കിലോമീറ്റർ വരുമ്പം 60 ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. 60. ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്, AMD ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് നമുക്ക് പറയുമ്പോൾ ബോണറ്റ് റീപ്ലേസ്മെൻറ്റ് ഉണ്ട്. കണ്ണാടി ഗ്ലാസോ? ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് ഇല്ല, ബോണറ്റ് റീപ്ലേസ്മെൻറ്റ് ഉണ്ട്. ബോണസ്. അപ്പം ഇത് വണ്ടി ആക്സിഡൻ്റ് ആണ്, തട്ടിയിട്ടുണ്ട്. ഹിസ്റ്ററിയിലുള്ളതാണ് നമുക്ക്. അപ്രോൺ സൈഡ് കംപ്ലൈൻറ്റ് ഉണ്ട്? അപ്രോൺ സൈഡൊന്നും കംപ്ലൈൻറ്റ് ഇല്ല. അപ്രോണും കാര്യങ്ങളൊന്നും പൊട്ടിയിട്ടില്ല. എയർ ബാഗും കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. ഇല്ല. കുറച്ച് ഞങ്ങൾക്ക് പരിപാടികളും വന്നിട്ടുണ്ട്. ചെറിയ വർക്കും ഉണ്ടെങ്കിൽ ചെറിയ വർക്കും എടുക്കാനുണ്ട്. അത്യാവശ്യം ചെറിയ ചെറിയ പരിപാടികളുള്ളൊരു വണ്ടിയാണ് കേട്ടോ. എത്ര ചോദ്യം? നമുക്കിത് പ്രൈസ് ആയിട്ടില്ല, ഇതും സ്റ്റോക്ക് വന്നതേ ഉള്ളൂ. നമുക്ക് പുതിയിട്ട് വന്നതേ ഉള്ളൂ. ഓക്കെ, വണ്ടി കുറച്ച് പണിയുണ്ട്. 2017 ഇയോൺ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണിത്. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. റീപ്ലേസ് ആയിട്ട്? റീപ്ലേസ്മെൻ്റ് ആയിട്ടൊന്നുമില്ല. 2 ഡോർ പവർ വിൻഡോ. വണ്ടി കാണാൻ കൊള്ളാം കേട്ടോ. ഏകദേശം ഒരു 74,000 ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ്. വണ്ടിയുടെ ബോഡിയൊക്കെ നോക്കിയാൽ കൊള്ളാം, അത് കംപ്ലൈൻ്റ് ഒന്നുമില്ല. നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. പെയിൻറ്റിങ് ഒന്നും എവിടെയും പോയിട്ടില്ല. ആ രീതിയിൽ കൊള്ളാം. ടയേഴ്സും കൊള്ളാം അത്യാവശ്യം. ഫ്രണ്ട് ടയർ നല്ല ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 235 ആണ്. അതിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. 2013 ഇയോൺ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് ഏകദേശം ഒരു 1,42 ഓടിയിട്ടുണ്ട്. 1,42,000 വന്നിട്ടുള്ള ഓടിയിട്ടുള്ള വണ്ടിയാണ്. കിലോമീറ്റർ അത്യാവശ്യം നല്ലപോലെ മറിഞ്ഞിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ റീപ്ലേസ്മെന്റ് ആയിട്ടില്ല, അത്യാവശ്യം വർക്കുണ്ട് വണ്ടിക്ക്. പെയിന്റിംഗ് വർക്കാണ് ഉള്ളത് മെയിൻലി. ടയർ കൊള്ളാം. ചെറിയ ചെറിയ ചിന്ന പെയിൻറ്റിങ് വർക്കുകളുണ്ട്. തന്നെ ഇവിടെ തന്നെ ആണെങ്കിലും പെയിൻറ്റിങ് വർക്കുകൾ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ പൊട്ട് പോലത്തെ സംഭവങ്ങളാണ്. അങ്ങനത്തെ പെയിൻറ്റിങ് വർക്കുകളുണ്ട് തന്നെ ഈ ഭാഗത്തുണ്ട്. പിന്നെ ഫ്രണ്ട്. ഓക്കെ, എത്ര ചോദ്യം? എത്ര? നമുക്കിത് 1,15 ആണ് പ്രൈസ് ഇട്ടേക്കുന്നത്. 1,15 ഈ കണ്ടീഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഈ ടച്ച് ആൻഡ് പോളിഷ് ചെയ്യാതാണ് 1,15 പറയുന്നത്. ഇതിൽ നമ്മൾ ഇന്റീരിയർ ക്ലീനിങ്ങും വാഷിങ്ങും പോളിഷിങ്ങും ഉള്ളൂ, വേറെ വർക്കില്ല. അതാണ്. ഓക്കെ. ഇതിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എമൗണ്ട് ചെറിയ വേരിയേഷൻ വരും. 1,30 1,35 ആ റേഞ്ചോളം വരും. വാഗണർ 2016 ഓട്ടോമാറ്റിക് ആണ്. ഇതിൻ്റെ ഇത് പറയുകയാണെങ്കിൽ തേർഡ് ഓണർഷിപ്പാണ് വണ്ടി. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുത്തൻ ടയറാണല്ലോ. 4 പുതിയ ടയറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഫോർഡ് പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന മോഡലാണ്. വണ്ടിക്കകം കാണാനൊക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് കൊള്ളാം, വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ബാക്ക് സൈഡ് നോക്കിയാലും നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ ഇട്ട് നല്ല നീറ്റാണ്. ആ കാര്യങ്ങളൊക്കെ നീറ്റാണ്. എന്തെങ്കിലും അപാകതകളുണ്ടോ? നിലവിൽ നമുക്കിതിൽ റീപ്ലേസ്മെൻ്റ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസും ബോണറ്റ് റീപ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. ഫ്രണ്ട് ഗ്ലാസും ബോണറ്റ്. അപ്പോൾ അപ്രോൺ സൈഡൊക്കെ അപ്രോൺ സൈഡൊക്കെ ഒന്നും പൊട്ടിയിട്ടില്ല. അതൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. അപ്രോൺ സൈഡൊന്നും ഇഷ്യൂസ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും മാത്രമേ ഉള്ളൂ റീപ്ലേസ്മെൻറ്റ്. എത്ര ചോദ്യം? ഇത് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 390 ആണ്. അതിൽ ചെറിയ വേരിയേഷനും വരും. ഓൾട്ടോയാണ്. ഓൾട്ടോ 2020 മോഡൽ VXI ആണ് കിടക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വൈസ് വരുമ്പം 30 റേഞ്ച് ആവറേജ് ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടി കാണാനും നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്, വൃത്തിയായിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട്. VXI ആണ് വേരിയൻറ്റ് വരുന്നത്. VXI മാക്സിമം നിലവിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത മോഡലാണ്. ആവറേജ് ടയേഴ്സ് ബാക്ക്.
ഫ്രണ്ട് ടയർ ആവറേജിന് മേളിലുണ്ട്. ഇതിൽ ടച്ച് ആൻഡ് പോളിഷോ പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല. ആ രീതിയിൽ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നമുക്കിതിൽ 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്ന മോഡലാണ്. അടുത്തത് നമുക്കുള്ളത് ഷെവർലെറ്റിൻ്റെ സ്പാർക്കാണ്. 2009 മോഡല്, 29 വരെ പേപ്പറുള്ള മോഡലാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് വരുമ്പോൾ തേർഡാണ് നമുക്ക് നിലവിൽ കിടക്കുന്നത്. തേർഡ് ഓണർഷിപ്പാണ്. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ വരുമ്പം 88 ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. 88. പവർ വിൻഡോസ് ഒന്നുമില്ല. പവർ വിൻഡോസ് ഒന്നുമില്ല. ബേസ് മോഡലാണ്. ബ്ലാക്ക് കളർ. ബോഡി ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം. ബോഡി കൊള്ളാം, കുഴപ്പമില്ല. അതിൻ്റെ സ്ക്രാച്ചും ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നീറ്റാണ് വണ്ടി, കാണാൻ കൊള്ളാം. എത്ര ചോദ്യം? ഏകദേശം നമുക്ക് 70 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതിൽ നമുക്ക് സംസാരിക്കാം, എന്തെങ്കിലുമൊക്കെ ചെറിയ വേരിയേഷൻ വരും. ഫ്രണ്ട് ടയറും അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളെ സെക്കൻഡ് പാർട്ടും ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള വണ്ടികൾ കാണിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആകെ ഒരു പാളിച്ചയും എനിക്കൊരു ചെറിയൊരു ഇത് തോന്നിയതെന്ന് പറഞ്ഞാൽ, കുറേ വണ്ടികളുടെയൊക്കെ ഫസ്റ്റ് ഗ്ലാസ് ഇങ്ങനെ കംപ്ലൈൻ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊഴിച്ച് കഴിഞ്ഞാൽ മിക്ക വണ്ടികളും കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഈ ഗ്ലാസിൻ്റെ പരിപാടി പറയുന്നത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ചെറിയ അരോചകം തോന്നി. അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടികളൊക്കെ അത്യാവശ്യം കൊള്ളാം. വന്ന് നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്തെടുക്കുക. ചില വണ്ടികളൊക്കെ അസാധ്യ വണ്ടികളാണ്. ഇപ്പം സ്പാർക്ക് എന്ന് പറയുന്ന വണ്ടിയൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ കിടിലൻ വണ്ടി, നല്ല വണ്ടി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ നോക്കിയെടുക്കുക. നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.